അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഇവിടെ എന്തായാലും ഒരു വണ്ടി ഇടിച്ചതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാനുണ്ട്, ഇവിടെയുള്ള CCTV ഫൂട്ടേജും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, ചിലപ്പോൾ അതിലെന്തെങ്കിലും വിവരം കാണും. അപ്പോഴാണ് ഹീറോ കാണുന്ന ഒരു CCTV ഉണ്ട്. പൊന്നെ പെട്ടു. ഈ CCTV കണ്ട നമ്മുടെ ചീഫും പിള്ളേരും പറയും, ആഹാ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നോ, എന്നാ പിന്നെ നമ്മുടെ ആളും അത് ചിലപ്പോൾ പെട്ട് കാണും. ഈ ചെറിയ പോലീസിന്റെ കൂടെ ചെന്ന് ആ ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നു പറയുമ്പോൾ ഹീറോ ഓടി വന്നിട്ട് പറയും, സാർ ഞാനും പോകാം, ഞാനും കൂടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അനുവദിക്കണം എന്ന് പറയും. ചീഫ് അനുവദിക്കുന്നുണ്ട്. ഹീറോയും ബഡ്ഡി പോലീസും പിന്നെ ആ ചെറിയ പോലീസും 3 പേരും കൂടി ചെന്ന് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യും. പക്ഷെ ക്വാളിറ്റി കൊള്ളില്ല. അന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഇല്ല. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഹീറോ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കൂടുള്ള ബഡ്ഡി പോലീസുകാരന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അവൻ പറയും, ആ ഇടിച്ച ഭാഗത്തേക്കല്ല ക്യാമറ നിൽക്കുന്നത്, അതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഈ പാസ് ചെയ്തു പോകുന്ന കാറുകളിൽ ഒരു കാറ് ബ്രേക്ക് അടിച്ചിട്ടുണ്ട്, ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ആ കാറിന്റെ. അങ്ങനെയാണെങ്കിൽ എന്തിനെങ്കിലും ഇടിക്കുന്നതിന് മുന്നേ ആണല്ലോ ഒരു മനുഷ്യൻ ബ്രേക്ക് ചവിട്ടുക. ബാക്കി കാറിലൊന്നും ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. സോ ഇതന്നെയായിരിക്കും ആ കാറ്. നീ ആ കാറിനെ ഒന്ന് നോക്കിക്കേ. ഇവർ റീവൈൻഡ് ചെയ്ത് കാറിനെ നോക്കുമ്പോൾ അത് ലോഡ്സെ എന്ന് പറയുന്ന കാറാണ്, കറുത്ത കളർ. ഇത് കണ്ട ഉടനെ പട്ടി പോലീസ് ഹീറോയോട്, ഇടമോനെ നിന്റെ കയ്യിലൊരു ലോഡ്സെ ഇല്ലേ, ഇത് കണ്ടോ, അതേപോലുണ്ട്. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് വായിക്കുന്നും പറഞ്ഞ് ഇവർ നമ്പർ പ്ലേറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ 8 എന്നുള്ള നമ്പർ കാണുന്നുണ്ട്, പക്ഷെ ബാക്കി നമ്പർ കാണുന്നില്ല. ഇതിപ്പോൾ വലിയ പണിയായല്ലോ. 8 തുടങ്ങുന്ന ഒരുപാട് നമ്പറുകൾ ചെക്ക് ചെയ്യേണ്ടി വരും. ശരി നോക്കാമെന്നും പറഞ്ഞ് അവരാ കാര്യം അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് തിരിച്ച്. ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അനിയത്തി പറയും, നമുക്ക് നമ്മുടെ റെന്റിന് കൊടുത്തിരിക്കുന്ന ഷോപ്പിലെ ആൾക്കാരെ തല്ലി ഓടിച്ചിട്ട് ഒരു ചായക്കട തുടങ്ങിയാലോ, കാരണം നിന്റെ വരുമാനവും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണ്ടേ. ഇത് കേട്ട് ഹീറോ പറയും, ഞാൻ എന്താ റൗഡിയാണ് അവരെ പിടിച്ച് തല്ലി പുറത്താക്കാൻ, ഞാൻ പോലീസാണ്, ലീസ് കഴിയാതെ അവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, വാടക കിട്ടുന്നുണ്ടല്ലോ അത് മതിയെന്നും പറഞ്ഞ് ഇവൻ മുറിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അനിയത്തി കൂടെ വന്നിട്ട് പറയും, എടാ അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് കാമുകൻ വല്ലതും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യനെ കണ്ടു, അയാൾ പറഞ്ഞത് അമ്മയ്ക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, ആ കാമുകൻ ഇപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടെന്നാണ്. അതെങ്ങനെ ശരിയാവും? മരിച്ച ആളുടെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടാവോ? അയാൾ നിന്റെ ഡിവോഴ്സിന്റെ കാര്യം വരെ കറക്റ്റായിട്ട് പറഞ്ഞു, എന്താണാവോ എന്നൊക്കെ അനിയത്തി ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. പിറ്റേന്ന് ഇവർക്ക് ലോഡ്സെ കാറിന്റെ, ആ സിറ്റിയിലുള്ള ലോഡ്സെ കാറുകളുടെയൊക്കെ ലിസ്റ്റ് കിട്ടും. അതിൽ പെരുന്തൊല്ലയ്ക്ക് ഹീറോയുടെ പേരുമുണ്ട്. എന്താ ചെയ്യാന്ന് പറഞ്ഞ് തല പുകഞ്ഞിരിക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് കോള് വരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്കൊരു വാണ്ടഡ് മാനിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പറയാനുണ്ട്, ഞാൻ അയാളെ കണ്ടു. ആണോ? ആരാണ് ആളെന്ന് ഹീറോ ചോദിക്കും. വിളിച്ചാള് പറയും, ലീ ഗ്വാങ്. എന്ത് ലീ ഗ്വാങ്ങോ? വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ കോള് വിളിക്കരുത്, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഹീറോ കോള് കട്ട് ചെയ്യും, കാരണം ആ ലീ ഗ്വാങ് മരിച്ചു എന്ന് ഹീറോയ്ക്ക് അറിയാലോ. എന്നാൽ വീണ്ടും കോള് വരുന്നുണ്ട്. അതേ മനുഷ്യൻ വിളിക്കുന്നു. ചെറിയ പോലീസാണ് കോൾ എടുക്കുക. കോൾ എടുത്തിട്ട് പറയും, സർ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നു. ഹീറോ ആ കോള് തനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറയും. താനെന്താ ആൾക്കാരെ വിളിച്ച് കളിയാക്കാണോ, പ്രാങ്ക് ചെയ്യാണോ? വിളിച്ചാള് പറയും, ഞാൻ പ്രാങ്ക് ചെയ്യല്ല, ഞാൻ ലീ ഗ്വാനെ കണ്ടിരുന്നു. ഹീറോ ചോദിക്കും, എന്നാ എവിടെയാണ് അയാൾ? അപ്പൊ വിളിച്ചാള് പറയും, അതന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്, എവിടെയാണ് നീ ലീ ഗ്വാനെ കുഴിച്ചിട്ടത്? സത്യം പറയും. ഹീറോ ഞെട്ടിപ്പോവും. ബ്ലാക്ക് ലോഡ്സെ കാറുമായി വന്ന കോ ഗുൻസു എവിടെയാണ് നീ ലീ ഗ്വാനെ കുഴിച്ചിട്ടത്? ഹീറോ പേടിച്ച് പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് കളയും. ഉടനെ ഏതോ അൺനോൺ നമ്പറിൽ നിന്ന് ഹീറോയുടെ മൊബൈലിലേക്ക് കോള് വരുന്നു. ഹീറോ അറ്റൻഡ് ചെയ്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചാള് പറയും, നീയാണ് ലീ ഗ്വാനെ കൊന്നത് എന്നറിയുന്ന ആളാണ്. ഇത് കേട്ട് പേടിച്ച ഹീറോ ഫോണും എടുത്തിട്ട് പുറത്തേക്ക് വരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താ പറയണേന്ന്, അങ്ങനെ ഒരു സംഭവമൊന്നും നടന്നിട്ടില്ല, ആരാണ് നിങ്ങൾ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉടനെ മറ്റേ മനുഷ്യൻ, താൻ മറ്റൊരു ആക്സിഡന്റ് ഉണ്ടാക്കി തന്റെ കാറൊക്കെ ശരിയാക്കിയല്ലേ, ഒരാളെ കൊന്നിട്ട് ഇത്ര സിമ്പിളായി നടക്കുകയാണ്. എൻജോയ് എന്ന സ്ഥലത്ത് ലീ ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് നീ ആളെ ഇടിച്ചു കൊന്നത്, ഞാൻ ആ കാര്യം പോലീസിൽ പറയും. ഇത് കേട്ട് ഹീറോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ആളെ പറ്റിക്കേണ്ട, ഞാൻ കോള് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, നീ കോള് കട്ട് ചെയ്താൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഉടനെ ഹീറോ തെറി വിളിക്കുകയാണ് അവനെ, പന്നപ്പൂവോ ആരാടാ നീ? ഇത് കേട്ട വിളിച്ചാള്, ഇനിയൊരു തെറി പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ആള് ഹീറോയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പോലീസുകാർ അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് എന്ന് പറയുന്നുണ്ടാവും. ഈ ശബ്ദം ഫോണിൽ കൂടെയും ഹീറോയ്ക്ക് കേൾക്കാം. സോ വിളിച്ചവൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. നോക്കുമ്പോൾ സ്റ്റേഷനകത്തുള്ള ഒരു PC എന്നാണ് ഈ വിളിച്ചാള് സംസാരിക്കുന്നത്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അയാൾ ഒരു പിങ്ക് ടാക്സിക്കകത്ത് കയറി അവിടുന്ന് പോയി കളയും. ഹീറോ വിടില്ല, പുറകെ തന്നെ കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഈ കാറിനെ തൊട്ടടുത്ത് ഹീറോ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരുത്തൻ കൈ പുറത്തേക്കിട്ട് ഹീറോയ്ക്ക് ടാറ്റ കാണിച്ചു കൊടുക്കും. സിഗ്നലിൽ നിന്ന് കാർ എടുക്കാത്തതുകൊണ്ട് ഹീറോ പുറത്തേക്ക് ഇറങ്ങി ആ കാറിന് പുറകിലേക്ക് ഓടുമായിരിക്കും. പക്ഷേ ഹീറോയ്ക്ക് പിടി കൊടുക്കാതെ അയാൾ ആ കാറും തെറ്റിച്ച് ടാക്സിക്കാരനെയും കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഈ എസ്കേപ്പായി വന്ന ഹീറോയെ വിളിച്ച് പേടിപ്പിച്ച ആൾ ആരാണെന്ന് നോക്കുമ്പോൾ അയാളൊരു പോലീസുകാരനാണ്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ഒരു വലിയ പോലീസ് ലൂട്ടണന്റ് ആണ്.
എന്നാൽ അത് ഹീറോയ്ക്ക് അറിയില്ല. ആളെ മിസ്സായ വിഷമത്തില് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോ തിരിച്ചു വരുമ്പോഴാണ് പഡ്ഡി പോലീസുകാർ വന്ന്, നീ എവിടെയായിരുന്നടാ? ഞങ്ങൾ എൻജയിൽ പോയിരുന്നു. അവിടെയല്ലേ നിന്റെ അമ്മയും സംസ്കരിച്ചത്? ഏതാണ്ട് അതേ സ്ഥലത്താണ് ആ ക്രിമിനൽ ലീഡ് മൊബൈൽ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷനും കാണിക്കുന്നു. പക്ഷെ ഏതാണ് പിൻ പോയിന്റ് എന്നറിയാൻ പാടില്ല. നോക്കാം എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഡ്ഡി പോലീസുകാരൻ, എടാ നിന്റെ ബമ്പറൊക്കെ മാറിയിട്ടുണ്ടല്ലോ, അപ്പൊ വണ്ടി ഇടിച്ചായിരുന്നല്ലേ? ഹീറോ പറയും, ഞാനത് തന്നോട് പറഞ്ഞാണല്ലോ ഒരു പോലീസുകാരിൽ വണ്ടി ഇടിച്ചെന്ന്. അത് ശരി, നല്ല രസമുണ്ട് ഇപ്പോൾ വണ്ടി കാണാൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ പോവും. അപ്പൊ ഹീറോയ്ക്ക് വീണ്ടും കോള് വരുന്നുണ്ട്. ആ പേടിപ്പിച്ച ആളാണ്, നീ ഒരു പോലീസുകാരനാണോടോ? എന്നിട്ട് ഒരാളെ വൃത്തിയായി ചേസ് ചെയ്യാൻ പോലും അറിയാൻ പാടില്ല, തോറ്റുപോയല്ലോ. ഇത് കേട്ട് ഹീറോ ചോദിക്കും, നീ ആരാണ്? നിനക്കെങ്ങനെ അറിയാം? നീ എവിടെ വെച്ച് എന്നെ കണ്ടു? ഞാൻ നല്ല ഇരുട്ടത്താണല്ലോ ലിയെ കുഴിച്ചിട്ടത്. ഇത് കേട്ട് ആ വിളിച്ച ആള് പറയും, ഇരുട്ടായതുകൊണ്ട് മാത്രം കാണാതിരിക്കണം എന്നില്ലല്ലോ. സംഭവം ഹീറോ പകൽ സമയത്താണ് ആളെ കുഴിച്ചിട്ടത്. പക്ഷെ അതെവിടെയാണെന്ന് മറ്റവൻ അറിയില്ല. സംഭവം ഹീറോയ്ക്ക് പിടികിട്ടി. ഹീറോ അത് ഇട്ട് വാങ്ങിയതായിരുന്നു. അപ്പം നിനക്കറിയില്ല ലിയെ ഞാൻ കുഴിച്ചിട്ടതാണോ കൊണ്ടുപോയി കളഞ്ഞതാണോ? അവൻ എവിടെയാണെന്ന് നിനക്കറിയില്ല. അതിന് പ്രൂഫില്ല. പിന്നെ എങ്ങനെയാടാ എനിക്കെതിരെ നിനക്ക് കേസ് തിരിക്കാൻ പറ്റുക? മണ്ടം മടയാ, ആളെ പേടിപ്പിക്കാൻ നടക്കുന്നോ? നീ ഒരിക്കലും ലിയെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, പോടാ പുല്ലേന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യും. എന്നിട്ട് സമാധാനിക്ക്, കുഴപ്പമില്ല എന്ന് സ്വയം പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റേഷനകത്തേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും അയാളുടെ കയ്യിൽ തന്നെ കോള് വരുന്നു. ആ വിളിച്ച് പേടിപ്പിച്ച ആളുടെ കയ്യിൽ നിന്ന്. ഹീറോ മെല്ലെ റിസീവർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പണ്ട് ആ വിളിച്ച പോലീസുകാരൻ അയാൾ നേരെ സ്റ്റേഷനകത്തേക്ക് കയറി വന്നിട്ട്, എന്റെ കോള് കട്ട് ചെയ്യുന്നോടാ, എന്റെ കോള് നീ എടുക്കില്ല, നീ എന്നെ അവഗണിക്കുന്നോടാന്നും പറഞ്ഞ് ഹീറോയെ പുതിരെ തല്ലാൻ തുടങ്ങും. ഹീറോ ആകെ ഷോക്കായിട്ട് നിൽക്കാം. തേതവനാടാവൻ. പെട്ടെന്ന് ഈ തല്ലിയ ആള്, ഓ നീ അല്ല അല്ലേ, എനിക്ക് ആള് മാറിപ്പോയി. പെട്ടെന്ന് കണ്ടപ്പോൾ അവന്റെ അതേ ചായ. ഇത് കേട്ട് ബാക്കിയുള്ള പോലീസുകാർ പറയും, സാർ ഇത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാരനാണ്, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. അപ്പൊ ആ മനുഷ്യൻ, സോറി എനിക്ക് ആള് മാറിപ്പോയതാട്ടോ, പോലീസായിരുന്നു, എന്നെ പറ്റിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു, ഞാൻ അവനാണെന്ന് വിചാരിച്ചു. അപ്പത്തേക്കും ഇവരുടെ ചീഫ് ദ ലൂട്ടനന്റ് പാർക്ക്, നമ്മൾ ആ വിജിലൻസ് കേസിൽ ഹെൽപ്പ് ചെയ്ത ആളാ. ചീഫ് ലൂട്ടനന്റിനെ സ്വീകരിക്കുന്നു. ഇദ്ദേഹമാണ് നമ്മുടെ സേവിയർ, എനിക്ക് നേരത്തെ അറിയാം, നമ്മളെ പല കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അവര് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ ലൂട്ടനന്റ് വന്ന് ഹീറോയ്ക്ക് കൈ കൊടുക്കുന്നു. ഐ ആം പാർക്ക് ചങ്മിൻ, ഞാൻ പാർക്കാണ്, എനിക്ക് ആള് മാറിപ്പോയിട്ടോ, സോറി ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നു. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായി, പോലീസുകാരന് മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഹീറോ പതിയെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ഈ ലൂട്ടനന്റ് പുറത്തു വന്നിട്ട്, ലോകത്തെ 2 തരം മനുഷ്യരാണുള്ളത്. ഒന്ന്, ആൽഫകളെ കാണുമ്പോൾ വാലും താഴ്ത്തി അവർക്ക് അടിമകളായിരിക്കും. രണ്ടാമത്, അടി കിട്ടിക്കഴിഞ്ഞും ഒന്നുകൂടെ ശ്രമിക്കാൻ വരും. ആൽഫയുടെ നിന്ന് അടി കിട്ടിക്കഴിഞ്ഞും വീണ്ടും ശ്രമിക്കാൻ വരും. അതിലേതാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ചിരിച്ചോണ്ട്, അപ്പത്താനൊരു പോലീസുകാരനാണ് അല്ലേ, എന്റെ അടി കിട്ടിയിട്ടും നീ അത് മനസ്സിലാക്കിയില്ല? ഹീറോ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. ലെഫ്റ്റനന്റ് അങ്ങനെ അത്ര വായിക്കുക. പക്ഷെ ഇനിയിപ്പോൾ എല്ലാം മാറ്റാനൊന്നും വയ്യ, അഡ്ജസ്റ്റ് ചെയ്യും. ഒരു എഫ് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് ലെഫ്റ്റനന്റ് എന്ന് വായിക്കുന്നു? തോന്നിയാസക്കാരന്മാർ ഈ ഇംഗ്ലീഷുകാരന്മാർ. അയാൾ പറയും, ഇപ്പോഴാണ് നീ വിവരമുള്ള ഒരു ചോദ്യം ചോദിച്ചു, മറ്റൊന്നും വേണ്ട, ലിയെ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ, നോ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തിനാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ, വാക്ക് തർക്കത്തിനല്ല, ലിയെ കൊണ്ടുവാ, നിന്റെ ജോലി തീർന്നു. ഹീറോ പറയും, അവൻ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ലെന്ന്. അതത്ര രസമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ ലെഫ്റ്റനന്റ് പോകാൻ നിൽക്കുമ്പോൾ കിട്ടിയടിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? കിട്ടിയതിന് 10 അടി കൂടുതൽ തന്നെ ഹീറോ അയാളെ പിടിച്ച് കുത്തുമ്പോൾ പുള്ളിക്കാരൻ പേടിച്ചതുപോലെ ഓടി ബാത്റൂമിനകത്ത് കയറി ലോക്ക് ചെയ്യും. തന്നെ അങ്ങനെ വിടില്ലടോ എന്ന് പറഞ്ഞ് സൈഡ് വഴിയെ ഹീറോ കയറി ചെല്ലുമ്പോഴാണ് ഇവന്റെ സ്വരൂപം കാണുന്നത്. ഈ തടിയൻ ഹീറോയെ പിടിച്ച് വലിച്ച് ക്ലോസറ്റിനകത്തിട്ട് മുക്കി ശ്വാസം മുട്ടിച്ച് അതിലെ വെള്ളം കുടിപ്പിക്കും. ഹീറോ കിടന്ന് ശ്വാസം മുട്ടി പെടഞ്ഞിട്ടും വിടില്ല. ചാവുന്നതിന് തൊട്ട് മുന്നെയാണ് ഹീറോയെ പൊക്കിയെടുക്കുക. വേറെ വഴിയില്ല, ഞാൻ അവനെ എടുത്തോണ്ട് വരാം, ഞാൻ അവനെ തോണ്ടിയെടുത്തോണ്ട് വരാം, എന്നെ വിട്ടേക്ക്. ഇപ്പോഴാണ് നീ സംസാരിക്കുന്നത്, സോ ആളെ കൊണ്ടുവന്നേക്ക്, ഇന്ന് രാത്രി കൊണ്ടുവന്നേക്കെന്നും പറഞ്ഞ് ഈ ലെഫ്റ്റനന്റ് ഇറങ്ങിപ്പോകുന്നു. വേറെ വഴിയില്ല, ഹീറോ ചെന്ന് മല ചെന്ന് അമ്മയുടെ കുഴിയും തോണ്ടി ഈ ക്രിമിനലെ ബോഡി പുറത്തേക്ക് എടുക്കും. കാര്യമില്ലാതെ ഈ മരിച്ചവന്റെ ബോഡി അയാൾ ചോദിക്കില്ല. ഈ ബോഡിയിൽ എന്തെങ്കിലും കാണണമെന്ന് പറഞ്ഞ് ഹീറോ തപ്പി അയാളുടെ ഫോൺ എടുക്കും. സോ ഈ ഫോണായിരിക്കണം നേരത്തെ റിങ് അടിച്ചിട്ടുണ്ടാവുക. അപ്പണ്ട് ഈ ബോഡിയിൽ 2 ഉണ്ട, വെടിയുണ്ട ഇറങ്ങിയിട്ടുള്ളത് ഹീറോ കാണും. സോ ഓൾറെഡി വെടികൊണ്ട ഒരുത്തനെയാണ് ഹീറോ ഇടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അയാൾ ഓൾറെഡി മരിച്ച ആളായിരുന്നു. ഇതെന്താ സംഭവം? എന്തായാലും ഇപ്പൊ തൽക്കാലം ബോഡി അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഹീറോ
ഈ ക്രിമിനൽ താമസിച്ചിരുന്ന ആ ഷെഡിലേക്ക് വീണ്ടും ചെല്ലും. അവിടെ ആരുമില്ല. ആ പട്ടിക്കുട്ടി മാത്രം ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും. ഹീറോ ആ പട്ടിക്കുട്ടിയുടെ കൂട്ടി നോക്കുമ്പോൾ ഒരു പ്രൈവറ്റ് പിക്കി ബാങ്കിന്റെ വിസിറ്റിംഗ് കാർഡ് ഇരിക്കുന്ന കാണും. അതെന്താണെന്ന് അറിഞ്ഞില്ല. എന്തായാലും പുള്ളി എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫോൺ ചാർജിലിടുമ്പോഴാണ് ഏതോ ഒരാള് ഈ ലീയെ വിളിക്കുന്നത് കാണുക. ഹീറോ അറ്റൻഡ് ചെയ്യുമ്പോൾ, ലീ നീ എവിടെയാടാ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നീ പാർക്കിന്റെ കയ്യിൽ കുടുങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എവിടെയാണ്? ഹീറോ മറുപടി ഒന്നും പറയുന്നില്ല. സോ വിളിച്ചവന് മനസ്സിലായി ഇത് ലീ അല്ലെന്ന്. ലീ അല്ലെങ്കിൽ നീ ആരാടാ എന്ന് ചോദിച്ചിട്ട് അവൻ കോള് കട്ടാക്കി കളയും. ഹീറോ തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. ഉടനെ ഹീറോ കാർ എടുത്ത് പുറപ്പെടും. സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഫോണിലേക്ക് ഒരു നമ്പർ വന്നില്ലേ, ആ നമ്പർ ആരുടേതാണ്, ആളിപ്പോൾ എവിടെയാണ്, അയാളുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ അയക്കാൻ പറയും. ചെറിയ പോലീസുകാരൻ അത് ചെക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പോഴാണ് ബഡ്ഡി പോലീസ് ചോദിക്കുക, കോ എവിടെ? അവൻ എവിടെ തണ്ടി അടക്കുക? ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചെറിയ പോലീസ് പറയും, എനിക്കും അറിയില്ല സാർ, ഏതോ ഒരു നമ്പറെ ഡീറ്റെയിൽസ് മാത്രം ചോദിച്ചിട്ട് എങ്ങോട്ടോ പോവാ പുള്ളി. അവൻ്റെ ഇഷ്ടത്തിന് നടക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ഈ ബഡ്ഡി പോലീസുകാരൻ ടേബിളിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഹീറോയുടെ പേർക്ക് ഒരു ട്രാഫിക് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഫൈനായിട്ട്. ഇവൻ എവിടെ കുടുങ്ങിയതാണോ, $120 ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നോക്കുമ്പോഴാണ് ഹീറോയുടെ കാറും അതിലെ നമ്പരും കാണുക 8734 8 ആരംഭം. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് ബഡ്ഡി പോലീസിന് മനസ്സിലായി. ഈ സമയത്ത് ഹീറോയ്ക്ക് ആ ലീയുടെ നമ്പറിലേക്ക് വിളിച്ചവന്റെ ഡീറ്റെയിൽസ് കിട്ടി. അവന്റെ മുഖവും ഹീറോയ്ക്ക് മനസ്സിലായി. അവനിപ്പോ ഒരു കയ്യേന്തി ഭവനിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഹീറോ ആളുടെ അടുത്ത് ചെന്ന് ഗ്ലാസ്സിൽ മുട്ടും. ആൾക്ക് മനസ്സിലായി തന്നെ പിടിക്കാൻ വന്നിരിക്കുന്ന ആളാണെന്ന്. പുള്ളി ഒരു ബോട്ടിലും ഹീറോയുടെ നേരെ വലിച്ചെറിഞ്ഞിട്ട് ഓടാണ്, ജീവനും കൊണ്ട് ഓടാണ്. ഹീറോ, എനിക്ക് നിന്നോട് സംസാരിക്കണം, നിക്കടാ, നിന്നെ അറസ്റ്റ് ചെയ്യില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ അവൻ ഓടി ഓടി സ്റ്റെപ്പിലൊക്കെ മറിഞ്ഞു വീണ് അവസാനം അവശനായ ഒരു ഭാഗത്ത് കിടക്കും. അങ്ങനെ കിടക്കുന്നവനെ ഹീറോ പിടിച്ചോണ്ട് വന്ന് ഒരു കെട്ടിടത്തിന്റെ എഡ്ജിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട്, സത്യം പറയടാ, പാർക്ക് എന്തിനാണ് ലീയെ നോക്കുന്നത്? അതായത് ലെഫ്റ്റനന്റ് എന്തിനാണ് ഈ ക്രിമിനലെ നോക്കുന്നത്? അവൻ എനിക്ക് സത്യമായിട്ടും അറിയാൻ പാടില്ലെന്ന് പറയും. എന്നെ ദയവ് ചെയ്ത് വിടൂ, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഹീറോ അവന്റെ കാലിലേക്ക് ചവിട്ടി, എന്നാ ഞാൻ നിന്നെ വിട്ടേക്കുന്നു, മുന്നിലേക്ക് പോടാന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അവൻ പ്രാണഭയം കൊണ്ട് കരഞ്ഞിട്ട്, ശരി ഞാൻ പറയാം എന്നെ വെറുതെ വിട്, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് ഞാൻ അടിമേടിക്കേണ്ടത്, ഞാൻ പറയാം എന്നെ വെറുതെ വിട്. ആ പോലീസുകാരന്റെ ലെഫ്റ്റനന്റിന്റെ ഒരു കീ, ഒരു താക്കോല് പാർക്ക് അടിച്ചു മാറ്റി. അതൊരു പ്രൈവറ്റ് ബാങ്കിന്റെ കീയാണ്. അതിനകത്ത് എന്താണെന്ന് ഹീറോ ചോദിക്കും. അപ്പൊ അയാള് പറയും, അതിനകത്ത് ഡ്രഗ്സ് ആയിരിക്കണം, എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. ഈ ലീ എന്ന വില്ലൻ ലെഫ്റ്റനന്റ് പോലീസുകാരൻ ഡ്രഗ് സ്ക്വാഡിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവര് കണ്ടുപിടിച്ച ഡ്രഗ്സ് ഒക്കെ നശിപ്പിക്കുമ്പോൾ ആ നശിപ്പിച്ച ഡ്രഗ്സ് ആരും അറിയാതെ ഈ പോലീസുകാരൻ കുപ്പികളിൽ ശേഖരിച്ച് അതിനെ വീണ്ടും ഡ്രൈ ആക്കി ആ ഡ്രഗ്സ് എല്ലാം എടുത്ത് ഇയാളുടെ ബാറിൽ മദ്യത്തോടൊപ്പം വിളമ്പും. ഒരു തവണ ഉപയോഗിച്ചവൻ വീണ്ടും ആ ബാറിലേക്ക് വരാതിരിക്കില്ല. അങ്ങനെ പല ബാറുകൾ. ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ട് തന്നെ ആ മേഖലയിൽ ലീ വളരെ ഫേമസ് ആയി ഒരുപാട് പണം സമ്പാദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡ്രഗ്സിന്റെ മെയിൻ ഡീലറായ യക്കൂസയെ ലീ ഒരു ഡീലിന് വേണ്ടി കണ്ടുമുട്ടാൻ പോയത്. ആ സമയം നോക്കി നമ്മുടെ ക്രിമിനൽ പാർക്ക് അവൻ ലീയുടെ പണവും താക്കോലും അടിച്ചു മാറ്റി എസ്കേപ്പ് ആവാൻ നോക്കി. ഈ പാർക്ക് ലീക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നവനാണ്. അങ്ങനെയാണ് അവർ തമ്മിൽ അടിയുണ്ടാവുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഹീറോയ്ക്ക് പിടിയിട്ടും പാർക്കിന്റെ ബോഡിയിൽ ഒരുപക്ഷെ ഈ ലീ അന്വേഷിക്കുന്ന കീ ഉണ്ടാവും. സോ ഹീറോ വീണ്ടും അമ്മയുടെ കുഴിമാടത്തിൽ വന്ന് പാർക്കിന്റെ ബോഡി വെളിയിലേക്ക് എടുക്കുന്നു. എന്നിട്ട് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ബോഡി മൊത്തം പരിശോധിക്കും. അപ്പൊ ഈ മൂട്ടി സ്വർണം കടത്തുന്നത് പോലെ പാർക്ക് മൂട്ടിലാണ് എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഹീറോ കൈകുത്തി ആ സാധനം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഒരു കറുത്ത ലിപ്സ്റ്റിക് പോലത്തെ സാധനം. അതവൻ തുറക്കുമ്പോഴേക്കും ആരോ ഹീറോയ്ക്ക് നേരെ ടോർച്ചടിക്കുന്നു. കുൻസു അനങ്ങരുത്, അവിടെ നിൽക്ക്, അത് നമ്മുടെ ബഡ്ഡി പോലീസുകാരനാണ്, നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹീറോ പറയും, ഞാനല്ലടാ, പറയുന്നത് മനസ്സിലാക്ക്, ഞാനല്ല അവനെ കൊന്നത്. അത് കേട്ട് ബഡ്ഡി പോലീസ്, എനിക്ക് മനസ്സിലായി ആരാണിത് ചെയ്തതെന്ന്. നിന്റെ കാറ് നേരത്തെ ഇടിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള തെളിവുമുണ്ട്. അന്ന് നീയാണ് ഇവൻ ഇടിച്ചു തെറിപ്പിച്ചത്. എന്നിട്ട് ആരോടൊന്നും പറയാതെ ഇവിടെ കൊണ്ടുവന്ന് ബോഡി മറച്ചു വെക്കുന്നു. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ ഇപ്രാവശ്യം ഇതൊരുപാട് കൂടിപ്പോയി, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, സോറി എന്നും പറഞ്ഞ് കൂട്ടുകാരൻ പോലീസ് ഹീറോയെ വിലങ്ങിട്ട് അവന്റെ കാറിലേക്ക് കൊണ്ടുവന്ന് കയറ്റും. ഹീറോ പറയും, ശരി സമ്മതിച്ചു, ഞാൻ തെറ്റുകാരൻ തന്നെയാണ്, എനിക്കിനി വയ്യ, ഓടി മടുത്തു, ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എല്ലാ തെറ്റുകളും ഏറ്റു പറയാം, വണ്ടി സ്റ്റേഷനിലേക്ക് വിടാൻ പറയും. അപ്പൊ കൂട്ടുകാരൻ പോലീസ്, നീ ചെയ്ത് സാധാരണ കുറ്റാണെന്ന് വിചാരിക്കുന്നു? കൊലപാതകം, ബോഡി കൊണ്ടുപോയി മറിക്കുക, ഈ കേസിനെല്ലാം ലൈഫ് മുഴുവൻ നീ ജയിലിൽ കിടക്കണം, നിനക്ക് കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞിനെന്ത് പറ്റും? ഓരോരോ മാരണത്തിൽ ചെന്ന് തലയിട്ട് എന്തേലും ചെയ്യുന്നും പറഞ്ഞ് കൂട്ടുകാരൻ വിലം കഴിച്ച് ഹീറോയെ റിലീസ് ചെയ്തിട്ട്, നീ തുടങ്ങി വെച്ചല്ലേ, നീ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യും, എനിക്കറിയില്ല. അവൻ ആ ടിക്കറ്റും വലിച്ചു കയറിയിട്ട് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തു പറയില്ല. അപ്പൊ ഹീറോ, സംഘോ, എന്നെ നീ സഹായിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം, എന്നെ ഒരു പോലീസുകാരൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്,
അവനെ നിനക്കറിയാം. ആ ലെഫ്റ്റനന്റ് പോലീസുകാരൻ പാർക്കാണത്. അവനാണ് ഈ ക്രിമിനലെയും കൊന്നത്. നമ്മൾ അന്വേഷിക്കുന്ന ക്രിമിനലാണത്. എന്നിട്ട് അവനിപ്പോ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയ്ക്കൊരു കോള് വരുന്നു. വില്ലൻ പോലീസാണത്. വില്ലൻ പോലീസ് ചോദിക്കും, മോനെ, നീ നിന്റെ കൂട്ടുകാരൻ പോലീസിന്റെ കൂടെയാണോ? ഒരു കാര്യം ചെയ്യും, ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്. ഇതിലേക്ക് അവനെയും വലിച്ചിടണ്ട, അവൻ രക്ഷപ്പെട്ടോട്ടെ. ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള റോഡിലേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഹീറോ ആ വില്ലൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കും. ശരി, ഞാൻ ഇറങ്ങി റോഡിലേക്ക് വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്നുണ്ട് കൂട്ടുകാരന്റെ കാറിന് പുറത്തായിട്ട് വലിയൊരു കണ്ടെയ്നർ വന്ന് വീഴും. കാറോടുകൂടി ഞെരിങ്ങി അമർന്ന് കൂട്ടുകാരനും മരണപ്പെട്ടു. നോക്കുമ്പോൾ മേലെ കെട്ടിടത്തിന് മുകളിലായി ഒരുവൻ ക്രെയിൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അവനാണ് ഈ സാധനം താഴത്തേക്കിട്ടത്. ഹീറോയ്ക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. വില്ലൻ ചോദിക്കുക, ഉന്നം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഡ്രൈവർ അടിപൊളിയല്ലേ? ഇത് കേട്ട് ഹീറോ പറയും, നീ എന്റെ കൂട്ടുകാരനെയാണ് കൊന്നുകളഞ്ഞ്. ഞാൻ പറഞ്ഞല്ലടാ, ആ ബോഡി കൊണ്ടുവന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലടാ. അപ്പോൾ വില്ലൻ ചിരിക്കും, നിനക്ക് കരയാനൊക്കെ അറിയോ? കരഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ബോഡി കൊണ്ടുപോവാ. അത് കേട്ട് ഹീറോ, എനിക്ക് വയ്യ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ വിടില്ലടാ. ഞാൻ പോലീസിൽ പിടികൊടുക്കാൻ പോവാ, ഇനി അവര് നോക്കിക്കോളും, നീ തീർന്നടാ, ഞാൻ ചത്താലും കുഴപ്പമില്ല, നിന്നെ വെറുതെ വിടില്ല. അത് കേൾക്കുമ്പോൾ വില്ലൻ, ഒരു മിനിറ്റ്, ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. വില്ലൻ ഈ സമയത്ത് ഹീറോയുടെ വീട്ടിലായിരിക്കും. നിന്റെ പെങ്ങളാണ് ഡോർ തുറന്ന്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. അകത്താരാ ഉള്ളത്? മോളാണോ? മോളുടെ പേര് മിന എന്നാണോ? എന്നും പറഞ്ഞിട്ട് വില്ലൻ ഹീറോയുടെ വീടിനകത്തേക്ക് കയറിപ്പോവുക. വേണ്ട വേണ്ട, അവരൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹീറോ കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ഈ വില്ലൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഇവിടെ വന്ന ആളെ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ സഹോദരി പറയും, അയാളൊരു കളിപ്പാട്ടവും വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. എവിടെയാ പോയെന്നറിയില്ല. ഹീറോയ്ക്ക് വീണ്ടും ഒരു മെസ്സേജ് വരുന്നു, നീ പോലീസിൽ പിടികൊടുത്താൽ മാത്രം നിന്റെ കുഴപ്പങ്ങൾ തീരില്ല, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ആ ബോഡി നാളെ കാലത്ത് 6 മണിക്ക് കൊണ്ടുപോയോ, പ്രശ്നങ്ങൾ തീർന്നു, പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. സോ ഹീറോയ്ക്ക് വേറെ വഴിയില്ല, ബോഡി തിരിച്ചു കൊടുക്കണം. ഹീറോ ആദ്യം തന്റെ തോക്കിലെ ബുള്ളറ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ബ്ലാങ്ക് ആണ്. സോ ബുള്ളറ്റ് ആദ്യം മാറ്റണം. അതിനു മുന്നേ വീട്ടുകാർക്ക് വെക്കേഷന് വേണ്ടി കുറച്ച് അകലെയായി ഹീറോ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരോടെല്ലാം അങ്ങോട്ട് പോകാൻ പറയും. ഞാൻ ജോലി തീർത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അവൻ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ബ്ലാങ്ക് കൊടുത്ത് ലൈവായിട്ടുള്ള 5 ബുള്ളറ്റ് വാങ്ങിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഒരു ഗ്രനേഡ് പൊട്ടിക്കുന്നതിന്റെ ട്രയൽ കണ്ടില്ലേ? ആ പാക്കറ്റ് ഗ്രനേഡ് ഇവരെ സ്റ്റോർ റൂമിലുണ്ടാവും. ഹീറോ ആരും കാണാതെ അത് അടിച്ചു മാറ്റാണ്. എന്നിട്ട് ആ ഗ്രനേഡ് ഈ ബോഡിയുടെ മൂട്ടി കുത്തിക്കയറ്റും. ഞാൻ നിനക്ക് തരാടാ, ഞാൻ നിനക്ക് ബോഡിയല്ലേ, തിരിച്ച് തരാടാന്നും പറഞ്ഞിട്ട് ആ ഗ്രനേഡിന്റെ റിമോട്ട് ഹീറോയുടെ വണ്ടി താക്കോലി കോർത്ത് വയ്ക്കും, സംശയം വരാതിരിക്കാൻ. എന്നിട്ട് ഈ വില്ലൻ പറഞ്ഞ സ്ഥലത്തേക്ക് വെളുപ്പിനെ ചെല്ലാണ്. അവൻ കുറച്ചകലെ വണ്ടി നിർത്തി ഈ ബോഡി ചുമന്നുകൊണ്ട് വരാൻ പറയും. അതേപോലെ ഹീറോ ബോഡി ചുമന്നുകൊണ്ടൊന്ന് കൊടുക്കുന്നു. കൊടുത്ത ഉടനെ വില്ലൻ ഹീറോയെ ചെക്ക് ചെയ്ത് അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് മാറ്റും. എന്നിട്ട് അതിൽ ഉണ്ടയെല്ലാം പുറത്തേക്കിടും. അത് കഴിഞ്ഞ് ഹീറോയുടെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ആ വണ്ടി താക്കോലും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേ തിരിച്ചു കൊടുക്കുകയുള്ളൂ. ഈ ഗ്രനേഡിന്റെ കാര്യം ഈ വില്ലൻ അറിയില്ലല്ലോ. അയാൾ ഡെഡ് ബോഡി ചെക്ക് ചെയ്യുമ്പോൾ മൂട്ടിൽ എന്തോ സാധനമുണ്ട്. വില്ലൻ വിചാരിക്കുക അത് അവന്റെ കീ ആയിരിക്കും എന്നാണ്. ഈ സമയത്ത് ഹീറോ ചോദിക്കും, ബോഡിയിലുള്ള 2 ബുള്ളറ്റ് അത് നീ അവനെ ഷൂട്ട് ചെയ്തല്ലേ? അത് കേട്ട് വില്ലൻ, അതെ, ഞാൻ അവനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നീ ആളെ ഇടിച്ച് തെറിപ്പിച്ച് ബോഡിയും കൊണ്ട് ഓടുന്നു, വെറുതെ എന്റെ സമയം കളഞ്ഞു. ഇനി എന്താ നിനക്ക് അറിയേണ്ടത്? ഹീറോ ചോദിക്കും, നമ്മുടെ ഡീല് കഴിഞ്ഞോ? പിന്നെ നിനക്ക് വല്ല റെസിപ്റ്റും വേണോ? പോടാന്ന് പറയും വില്ലൻ. ഹീറോ മെല്ലെ നടന്നു പോയിട്ട് ആ റിമോട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. അപ്പോഴാണ് വില്ലൻ പെട്ടെന്ന് തോക്കെടുത്ത് വെടിക്കുക. പക്ഷെ അതിൽ ഉണ്ടയില്ലല്ലോ, ബ്ലാങ്ക് അല്ലേ. അവൻ ഉണ്ടയിടാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയും, എനിക്കറിയാം നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. ഞാനൊരു തെണ്ടി പോലീസായിരുന്നു ഇത്രയും കാലം. നീ വിചാരിക്കുന്നുണ്ടോ എന്റെ ലൈഫിനൊരു സേഫ്റ്റി ഇല്ലാതെ ഞാൻ നിന്റെ അടുത്തേക്ക് വരുമെന്ന്? നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഒരു ടൈംഡ് ഇമെയിൽ കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്റെ ഡ്രഗ് ഡീലിങ്സും നിന്റെ കൊലപാതകങ്ങളും ഇല്ലീഗൽ ബ്രോത്തലും എല്ലാ ഓപ്പറേഷനും ഉണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ വിവരങ്ങളും ഉണ്ട്. നിന്റെ കഥ തീരും. സോ എന്നെ ജീവനോടെ വിടുന്നതാണ് നിനക്ക് നല്ലത്. അതല്ല എന്നെ കൊന്നിട്ട് അഴിയണമെങ്കിൽ കൊല്ലടാന്ന് പറഞ്ഞ് ഹീറോ അവനെ കളിപ്പിക്കുകയാണ്. ആ കളിപ്പിക്കലില് വില്ലനും വേണം. ശരിയാണ്, നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിന്നെ ജീവനോടെ വെച്ച് കളിപ്പിക്കാനാണ് രസം. ഇനി മേലിൽ വലിയ പിള്ളേരുമായിട്ട് കളിക്കാൻ വരരുത്, മനസ്സിലായോ? കൂടുതൽ കുഴപ്പമാവും. എന്നാ പിള്ള പോയിക്കോ, എന്നിട്ട് നിന്റെ പിള്ളയെ പഠിപ്പിക്കും. ചേട്ടൻ പോട്ടെ എന്നും പറഞ്ഞ് വില്ലൻ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ ഹീറോ രക്ഷപ്പെട്ട ബേജാറിൽ തിരിഞ്ഞു നടക്കുകയായിരിക്കും. പക്ഷെ ഈ നാറി എന്തിനാണോ എൻ്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പിറുപിറുത്ത് പോകുന്നുണ്ട്. വില്ലൻ ഹീറോ പോകുന്ന വഴിയിൽ വണ്ടി ഓടിച്ചിട്ട് റിവേഴ്സും വരും. പോടാന്ന് ഹീറോ പിറുപിറുക്കുന്നുണ്ടാവും. സമയമായിക്കൊണ്ടിരിക്കുന്നു. വില്ലനാണെങ്കിൽ ഇവിടെ അടുത്തൊരു അടിപൊളി സൂപ്പ് കടയുണ്ട്. നമ്മൾ ഇത്രയും കൂട്ടുകാരായ സ്ഥിതിക്ക് അവിടെ ചെന്ന് ഒരുമിച്ച് കഴിച്ചാലോ? വേണ്ടടാ, എനിക്ക് വേണ്ട, നീയായിട്ട് ഞാനൊരു ബന്ധവുമില്ല, മാത്രമൊന്ന് പോ. ശരി, നിന്റെ നഷ്ടം എന്നും പറഞ്ഞ് വില്ലൻ കാറെടുത്ത് ഒരിത്തിരി പോയില്ല. അപ്പോഴേക്കും എന്ന് പറഞ്ഞ് ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കും. കാർ ഉരുണ്ട് മറിഞ്ഞ് തെറിച്ച് അടുത്തുള്ള തടാകത്തിലേക്ക് വീഴാണ്. ഉടനെ ഹീറോ ഓടിച്ചെന്ന് വില്ലൻ താഴെയിട്ട ബുള്ളറ്റെല്ലാം പെറുക്കിയെടുത്തോണ്ട് വന്ന് അതും തോക്കിലിട്ട് ഈ വില്ലനെങ്ങാനും പൊന്തി വരുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാവും. പക്ഷെ ഒരുപാട് സമയമായി.
വില്ലൻ പൊന്തി വന്നിട്ടില്ല. കാറും ബോഡിയെല്ലാം വെള്ളത്തിലേക്ക് താണുപോയി. കുറേ നേരം കാത്തിരിക്കും. ഒരു മനുഷ്യൻ ചാവാൻ എത്ര സമയം വേണോ അത്രയും സമയം, അതിലും കൂടുതൽ കാത്തിരുന്നിട്ട് ഹീറോ അവൻ തട്ടിപ്പോയിന്ന് മനസ്സിലായതിനു ശേഷം കാർ എടുത്തിട്ട് പോവാണ്. വീട്ടിലേക്ക് വന്ന് തന്റെ കുടുംബത്തെ വിളിക്കും. അവർ ബീച്ചിലായിരിക്കും. വെക്കേഷന് വേണ്ടി അവർ പോയി കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഹീറോ ഡോറ് തുറന്നിറങ്ങാൻ നേരമാണ് ചെവിയെല്ലാം പൊളിഞ്ഞ അവസ്ഥയിൽ വില്ലൻ വന്ന് കയറുന്നു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ, നന്നായി, എനിക്ക് സന്തോഷായി എന്നും പറഞ്ഞ് ഈ ചാവാത്ത സൈത്താൻ ബാത്റൂമിലേക്ക് പോകും. ഹീറോ വരണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വില്ലൻ പുറത്തേക്ക് വന്ന് സർപ്രൈസ് ആയോ? ഞാനും സർപ്രൈസ് ആയിരുന്നു നീ വെച്ച ബോംബിൽ. പിന്നെ പൊതിര തല്ലാണ്. ഹീറോയെ ഇട്ട് തല്ലി ആ വീട്ടിലുള്ള കബേർഡെല്ലാം ഹീറോയുടെ പുറത്തേക്ക് വലിച്ചിടും. ഈ കബേർഡിനകത്തായിരുന്നു ഹീറോയുടെ തോക്കുണ്ടായിരുന്നു. അത് സ്വന്തം മേളിലേക്ക് വീഴുമ്പോൾ ഹീറോ ആ തോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ തോക്ക് ഒരു സ്ക്രൂവിൽ കുടുങ്ങിക്കിടക്കുക. എടുക്കാൻ ശ്രമിച്ച ട്രിഗർ വലിഞ്ഞ് പൊട്ടും. അതിവൻ കാണുന്നില്ല. അപ്പോഴേക്കും വില്ലൻ ഹീറോയെ വലിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഹീറോ അവനെ കടിച്ചൊക്കെ വയ്ക്കുന്നുണ്ട്. കൈയൊക്കെ കെട്ടിവെക്കും. എന്നാലും വില്ലൻ വിടുന്നില്ല. വീടിന്റെ ഒരു മുറി കയറി വാതിൽ പൂട്ടിയിട്ട് മറ്റേ വഴി കൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും വില്ലൻ കയറും പൊട്ടിച്ച് വീണ്ടും ഹീറോയെ പിടിക്കും. വീണ്ടും രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാടി ബാത്ത് ടബിൽ കിടന്ന് ഹീറോ ചൂടുവെള്ളം ഓണാക്കി അവനെ തള്ളിയിടും. അപ്പൊ വില്ലനാണെങ്കിൽ കൊല്ലുവടാ തിന്നുവടാന്ന് പറഞ്ഞ് ഉള്ള ശക്തി കൊണ്ട് ഇവന്റെ തലമണ്ടയിലൊക്കെ കടിച്ചു വയ്ക്കുന്നുണ്ട്. രണ്ടെണ്ണവും തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് കളിക്കുകയാണ്. അവസാനം ഈ തോക്ക് കാണുമ്പോൾ വില്ലൻ ഓടിച്ചെന്ന് ഹീറോയും തട്ടി മാറ്റി ആ തോക്ക് പിടിച്ച് വലിക്കും. അപ്പോഴാണ് വെടി പൊട്ടുക. ഠേന്ന് ഒരു സെക്കൻഡ് സർപ്രൈസ് കാണിച്ചിട്ട് വില്ലനിലേക്ക് വരുമ്പോൾ ആള് മേത്ത് മണ്ടേ വെടി കൊണ്ട് മരിച്ചു കഴിഞ്ഞു. ഭാഗ്യം ഹീറോ ആ തോക്കെടുക്കാത്ത. അധികം വൈകാതെ പോലീസുകാര് വില്ലന്റെ കാറും അലിയുടെ ബോഡിയും കണ്ടെത്തുന്നു. ഈ കേസാണെങ്കിൽ ഒരുപാട് തൊല്ല പോലീസുകാർക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മളെല്ലാവരുടെയും തല ഉരുളും. ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ജനറൽ പോലീസ് പറയും ഈ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്ക്, ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ ഈ ഗോങ്സു നമ്മുടെ ഹീറോ, ഇവനെ തലേ ചുമക്കാൻ എനിക്ക് പറ്റില്ല, അവന്റെ ചീഫ് എന്നെ ചുമക്കട്ടെ, അയാൾ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ. ചീഫ് പറയും ഞാൻ ചുമന്നോളാം സാർ, അവൻ എന്റെ ജോലിക്കാരനല്ലേ, ഞാൻ ചുമന്നോളാം. എന്നാൽ ഹീറോ ജോലിയിൽ നിന്ന് വിരമിക്കാനാണ് വിചാരിക്കുന്നത്. അവൻ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഞാൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം, ഇത് തൊല്ലയാണെന്ന് പറയും. അപ്പൊ ചീഫ് നീയും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുമില്ല, ഞാൻ എന്തായാലും നിന്റെ റെസിഗ്നേഷൻ ഇപ്പൊ സ്വീകരിക്കുന്നില്ല, നീ വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഒരു വർഷമൊക്കെ ലീവ് എടുത്തിട്ട് തിരിച്ചു പോയോ? ഹീറോ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും, ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ കുഴിമാടത്തിൽ ചെന്ന് ആ കുഴിമാടൊക്കെ വൃത്തിയാക്കി അതിന് മോളി ഒരു തറയിടാനുള്ള പ്ലാനിങ് ആണ്. ആരും തോണ്ടിയെടുക്കരുത്, നല്ല ആഴത്തിൽ വേണം, നല്ല പൊക്കത്തിൽ വേണം എന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. അപ്പൊ ആ ഡയറക്ടർ ചിരിച്ചിട്ട് ഇത് രാജാവിന്റെ കുഴിമാടം പോലെയാണല്ലോ മോൻ കൈകാര്യം ചെയ്യുന്ന, അമ്മ നല്ല രീതിയിലാണ് മകനെ വളർത്തിയിരിക്കുന്നത്. ഞാൻ അന്ന് കണ്ടപ്പോഴേ മനസ്സിലാക്കി അമ്മയോട് ഇത്രയും സ്നേഹമുള്ള മകൻ, വെരി ഗുഡ് സൺ, വെരി ഗുഡ്. പക്ഷെ അനീതിക്ക് അറിയാലോ ഇവൻ നാറിയാണെന്ന്. വെരി ഗുഡ് സൺ, അയാൾ പറയുമ്പോൾ നിനക്ക് അങ്ങനെ സുഖിച്ചല്ലേ, എന്തൊക്കെയാ നീ കാണിച്ചു വെച്ച്. അതിന് ഹീറോ ഒന്നും മിണ്ടില്ല. അത് കഴിയുമ്പോൾ അനീതി പറയും നിനക്കിപ്പോൾ ജോലിയും ഇല്ല ഞങ്ങൾക്കും ജോലിയില്ല, നമ്മളെങ്ങനെ ജീവിക്കാൻ പോകുന്നു. അപ്പൊ ഹീറോ നമ്മുടെ ഷോപ്പില്ലേ അത് നമുക്ക് തിരിച്ചെടുക്കാം, അവരൊഴിവാക്കിയിട്ട് നീ പറഞ്ഞതുപോലെ ഒരു ടീ ഷോപ്പ് വെക്കാം, ചായയും കടിയൊക്കെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുക്കാം, 10-400 പേര് കാണും, ആ തൊഴിൽ ചെയ്ത് നമുക്ക് ജീവിക്കാം, പോലീസ് കോൺടാക്ട് ഉള്ളതുകൊണ്ട് അതെങ്കിലും നടക്കും. ഇത് കേൾക്കുമ്പോൾ അനീതിക്ക് സന്തോഷമാവും. അപ്പോഴാണ് കുഞ്ഞു കുറേ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് താഴെടുക. ഹീറോ നോക്കുമ്പോൾ അന്ന് അവൻ ആ ബോഡിയിൽ നിന്ന് എടുത്ത കീ അതിലുണ്ടാവും. ഈ കൂട്ടുകാരൻ വന്ന് പിടിച്ച സമയത്ത് കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ആ കീയും എടുത്തിട്ട് ഹീറോ വില്ലൻ സാധനങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന ആ പ്രൈവറ്റ് ബാങ്ക്, പിഗ്ഗി ബാങ്ക്, അങ്ങോട്ട് ചെല്ലുകയാണ്. ഇല്ലീഗൽ സാധനങ്ങൾ ഒളിച്ച് വെക്കാനുള്ള ബാങ്കാണത്. അവിടെ ചെന്ന് കീ കാണിക്കുമ്പോൾ അതിന്റെ ഓണർ കീ കാണിച്ചില്ലേ ആളകത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. എത്രയാണ് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും മുഴുവൻ എടുത്തുകൊണ്ട് പോവാണെന്ന്. അപ്പൊ ഓണർ സേഫിനകത്ത് എന്താണ് എത്രയാണുള്ളതെന്ന് അറിയാതെയാണോ മോൻ വന്നേക്കുന്നത്, ഈ ബാഗിലൊന്നും തികയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ അകത്തേക്ക് പോകുന്നു. ആ കീയിലുള്ള നമ്പർ സേഫ് ലോക്കറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അകത്ത് കയറി ലൈറ്റ് ഇടുമ്പോഴാണ് കെട്ടുകണക്കിന് മല പോലെ പണം, ഒരുപാട് പണം, മണി ഹീസ്റ്റ് പോലെയായത് സംഭവം. ഇതെങ്ങനെ വന്നു, ഇതെവിടെ നിന്ന് വന്നു, അതെല്ലാം നമുക്ക് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയും നൽകി സിനിമ അവിടെ വെച്ച് അവസാനിക്കും. താങ്ക് യു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.